അതുപോലെ മെമ്പർഷിപ്പ് സെക്രട്ടറി ശ്രീ വിനോദ് അലിയത്ത്. ഇന്ന് നമ്മുടെ ഈ ക്യാമ്പിന്റെ മുഖ്യ അതിഥിയെ 45 ദിവസം നമ്മോടൊപ്പം ചെലവഴിക്കുവാനായി നാട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തെ ഏത് വിശേഷങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. നാടകരംഗത്തും ഫോക്ലോർ കലാരംഗത്തും സംസ്ഥാന ഗവൺമെന്റിന്റെ ഫോക്ലോർ അക്കാദമിയുടെ ഒക്കെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള നാടൻപാട്ടിന്റെ ഒരു ശേഖരം തന്നെ കൈമുതലായിട്ടുള്ള അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. ഈ സമയത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഔപചാരികമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയാൻ എനിക്കും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അപ്പൊ ആ വിശേഷങ്ങൾക്കെല്ലാം അതീതമായി 45 ദിവസം നമ്മുടെ മക്കളോടൊപ്പം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് സമാജത്തിന്റെ ഓരോ സമ്മർ ക്യാമ്പുകളും വ്യത്യസ്തതയാണ്. കലാരംഗത്തെയും സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെയും ഒക്കെ പ്രഗത്ഭരായ ഒട്ടനവധി കലാപ്രതിഭകളാണ് എല്ലാ വർഷവും സമ്മർ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ചെയ്യുന്നത്. ഈ വർഷത്തെ ക്യാമ്പിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിക്കില്ല. കാരണം പലപ്പോഴും ക്യാമ്പിന്റെ രക്ഷിതാക്കളിൽ നിന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്. ഫോട്ടോ അയക്കണം, ഇവിടുത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയിക്കണം. തീർച്ചയായും ഒരിക്കലും ഞങ്ങൾ സമാജത്തിന്റെ സമ്മർ ക്യാമ്പിനെ കുറിച്ച് അങ്ങനെ ഒരു വിശേഷണങ്ങൾ നമ്മൾ കൊടുക്കാറില്ല. അത് സമാജത്തിന്റെ സമ്മർ ക്യാമ്പിൽ കടന്നു വരുന്ന കുട്ടികളിൽ നിന്ന് തന്നെ രക്ഷിതാക്കൾ തിരിച്ചറിയണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായും ആ രീതിയിൽ നിങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ സദസ്സിലേക്ക് ഈ സമ്മർ ക്യാമ്പിന്റെ ക്യാമ്പ് കൺവീനർ ശ്രീ ജയ രവികുമാർ, ജോയിന്റ് കൺവീനറായ നിധ ബിറ്റോ ആൻഡ് ഗിരിജ മനോഹരൻ എന്നിവരെ കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് നമ്മുടെ മുഖ്യ അതിഥി ശ്രീ ഉദയൻ കുണ്ടക്കുഴി സാറിനെ നിറഞ്ഞ കയ്യടികളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ ഉദയൻ കുണ്ടക്കുഴി സാറിനെ ഹൃദയപുരസ്സരം സ്നേഹപുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമാജത്തിന് സ്നേഹോപകാരം സമർപ്പിക്കുന്നത് ലിറ്റററി സെക്രട്ടറി ശ്രീ വിനയേന്ദ്രൻ നായർ അദ്ദേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നന്ദി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആദ്യമായി ശ്രീ വിനയേന്ദ്രൻ നായർ. എല്ലാവർക്കും നമസ്കാരം. 2009 തൊട്ട് ബഹ്റിൻ കേരളീയ സമാജത്തിൽ കുട്ടികൾക്കായിട്ടുള്ള സമ്മർ ക്യാമ്പ് തുടങ്ങി. അന്നു മുതൽ ഈ ക്യാമ്പിൻ്റെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ പ്രിയങ്കരനായ മനോഹരനാണ്. കുട്ടികൾ എവിടെയുണ്ടോ ഇവിടെ മനോഹരനുണ്ട്. ഇന്ന് ഈ കുട്ടികളെ ഇങ്ങനത്തെ സമാജം സമ്മർ ക്യാമ്പിൻ്റെ കളംപിരികൾ ചടങ്ങിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കളോട് ആദ്യമായി സമാജത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം പറയുകയാണ് ഒരിക്കൽ കൂടി. ഇന്ന് ഈ കുട്ടികൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു സമ്മാനമാണ് പ്രിയ ഉദയൻ മാഷ്. ഉദയൻ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉദയൻ മാഷിൻ്റെ ജീവിതം തന്നെ കുട്ടികൾക്കുള്ള നാടക മേഖലയിലേക്ക് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. 25 വർഷത്തോളം കുട്ടികളുടെ നാടക തിയേറ്ററുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളും സൗദി, ഒമാൻ, ഖത്തർ, അബുദാബി, ഇങ്ങനെ ബഹ്റൈൻ, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹം കുട്ടികളുടെ ക്യാമ്പ് എടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു ഗുരുനാഥൻ കൂടിയാണ്.
ഇന്ന് ഇവിടെ പങ്കെടുത്ത കുട്ടികളുടെ ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ആ ക്യാമ്പിൻ്റെ പ്രവർത്തനം എങ്ങനായിരുന്നു എന്ന്. അത്ര മനോഹരമായിരുന്ന ക്യാമ്പായിരുന്നു. ഈ കലാപ്രവർത്തനങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒന്നിനൊന്നും മെച്ചമായിരുന്നു കുട്ടികളുടെ ഓരോ പ്രകടനവും. മാഷിനെ കുറിച്ച് പറയാൻ മാഷ് നാടകവും മാത്രമല്ല, നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരു സംവിധായകൻ, അദ്ദേഹം 3 പുസ്തകങ്ങളോട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് അവാർഡ്, കേരള ഗവൺമെന്റ് അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, ഫോക്കുലർ അക്കാദമി, കർണാടക സർക്കാരിന്റെ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ വാങ്ങിയ വലിയ മനസ്സുള്ള ചെറിയ മനുഷ്യനാണ് നമ്മുടെ മാഷ്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇന്ന് ഈ 45 ദിവസം സമാജത്തിന്റെ ഈ അങ്കണത്തില് കളിയും ചിരിയും തമാശയും അവരുടെ കരച്ചിലുമായിട്ട് പോയത് അവരുടെ കുട്ടികളുടെ മനസ്സിൽ എന്തോ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ദിവസങ്ങളാണ്. കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഈ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനോഹരേട്ടനില്ലാത്ത സമ്മർ ക്യാമ്പില്ല. അത് മനോഹരേട്ടൻ ജനറൽ കൺവീനറായി മനോഹരേട്ടനോടൊപ്പം എന്തിനും ഏത് സമയത്തും ഇതിന് മുന്നിൽ നിൽക്കുന്ന ഇതിൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ജയചേച്ചി, അതേപോലെ തന്നെ ക്യാമ്പിലായാലും ജീവിതത്തിലായാലും മനോഹരേട്ടനൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ വാമഭാഗം ഗിരിജൻ ചേച്ചിയാണ് ഇതിന്റെ ജോയിന്റ് കൺവീനർ. പിന്നെ ഇപ്പോഴേ നമ്മുടെ പ്രിയ നിത ബിറ്റോ ജോയിന്റ് കൺവീനറായിട്ടുള്ള ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു ഈ 45 ദിവസം ഇവിടെ നടന്നത്. കുറേ ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്യാമ്പിൽ വരാൻ സാധിച്ചതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇതിന് ക്യാമ്പിൽ ശുഭ ടീച്ചർ, ഇവിടുന്ന് അക്ഷയ ബാലഗോപാൽ ഇത് ക്യാമ്പിൽ കുറേ ദിവസം ഉണ്ടായിരുന്നു. കുട്ടികളെ പഠിപ്പിച്ചിട്ട് നാട്ടിൽ പഠിക്കാനായിട്ട് പോയി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഈ മനോഹരമായി 45 ദിവസം നല്ലൊരു ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ മാഷിനോടുള്ള നന്ദി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ പേരിലും ബഹ്റിൻ കേരള സമാജത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. മനോഹരേട്ടന് പിന്നെ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ എന്താ ഒരു കാർമറയെ പോലെ നിൽക്കുന്ന മനോഹരേട്ടന്. അപ്പൊ ഈ ക്യാമ്പിന് ഇതുവരെ നടന്ന പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ മെമ്പർഷിപ്പ് സെക്രട്ടറി ശ്രീ വിനോദ് അലിയത്ത് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ വ്യക്തിത്വങ്ങളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പ് ചെറുപ്പകാലത്തിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന ഒരു ചിന്തയാണ് ഈ സമ്മർ ക്യാമ്പിൽ ഈ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത്. മറ്റൊന്നുമല്ല, ഇന്ന് കുട്ടികൾക്ക് എത്ര അവസരങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെക്കാട്ടിലും കുട്ടികളുടെ പാരൻസിനായിരിക്കും കൂടുതൽ ഇതിൽ സന്തോഷം ഉണ്ടാവുക. കാരണം കുട്ടികൾ ഇവിടെ വന്ന് കാണിക്കുന്ന ഓരോ ചെറിയ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ. മാഷിന്റെ ക്യാമ്പിൽ ഞാൻ 1-2 പ്രാവശ്യം ഞങ്ങൾ ഒന്നിവിടെ കണ്ടിരുന്നു. അപ്പൊ മാഷ് പഠിപ്പിക്കുന്ന രീതികൾ, നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മുടെ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ മാഷ് പകർന്നു കൊടുക്കുന്ന രീതികൾ, ഇതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പ് ഞാൻ മിസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ എനിക്കും ഇങ്ങനെ ഒരു സമ്മർ ക്യാമ്പിൽ ചെറുപ്പത്തിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രത്യാശിച്ചു. കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാണ് നമ്മുടെ ഉദയൻ മാഷ്. വേറെ ഒരു സംശയമില്ല കാര്യത്തിൽ. വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ ഇദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി ബഹ്റിൻ കേരള സമാജത്തിന്റെ സമ്മർ ക്യാമ്പിൽ എത്തിയതിനെ ഞാൻ വളരെ സന്തോഷത്തോടെ കാണുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പിന്നെ വേറെ പറയാനുള്ള കാര്യങ്ങളെല്ലാം വിനയൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ക്യാമ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ, അത് സമാജത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ്. അത് സമാജത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. അതിന്റെ നേതൃത്വം വഹിച്ച ശ്രീ മനോഹരൻ പാവട്ടി എൻ്റെ ഗുരുതുല്യനാണ്. ജയ ചേച്ചി, ഗിരിജ ചേച്ചി, അതേപോലെ നീതു ബിറ്റു, അതിന് പുറമെ പ്രവർത്തിച്ച ഒട്ടനവധി പേരുണ്ട്. എല്ലാവർക്കും സമാജത്തിന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഉദയൻ സാറിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നതിന് മുൻപ് തന്നെ 2-3 വ്യക്തിത്വങ്ങളെ കൂടി ഞാൻ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. ഈ ക്യാമ്പിൽ ഞങ്ങളോടൊപ്പം നൃത്ത കൊറിയോഗ്രാഫർ, നൃത്ത പ്രകടനം, നൃത്ത കുട്ടികൾക്ക് നൃത്തം പറഞ്ഞു കൊടുക്കുകയൊക്കെ ആയിട്ട് 2 വ്യക്തികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അക്ഷയ ബാലഗോപാൽ, ഒരു ജൂനിയർ ടീച്ചറായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പഠനാർത്ഥം പെട്ടെന്ന് പോയി. ഈ മാസം ജൂലൈ അവസാനം നാട്ടിലേക്ക് പോയി. എന്നാലും എല്ലാം നൃത്തങ്ങൾ അക്ഷയ പഠിപ്പിച്ച നൃത്തങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത സെഷനിലാണ്. അപ്പോൾ
ഞങ്ങളോടൊപ്പം പിന്നീട് ശുഭ അജിത് ടീച്ചർ ഉണ്ടായിരുന്നു. ഭാഷന്റെ ഈ നൃത്ത ശില്പത്തിൽ ഈ എല്ലാ കൊറിയോഗ്രാഫ് ചെയ്തത് ശ്രീമതി ശുഭ അജിത് ടീച്ചറാണ്. ശുഭ അജിത് ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ശുഭ അജിത്. അതോടൊപ്പം അക്ഷയ ഇവിടെ ഇല്ല. പിന്നെ ക്രാഫ്റ്റ് ആർട്ട് വർക്കുകളെല്ലാം പഠിപ്പിക്കാൻ ബ്ലസ്സി ബിജോയ് ഉണ്ടായിരുന്നു, നാട്ടിൽ പോയി. കരാട്ടെ ഞങ്ങളുടെ ഒരു വിഷയം തന്നെയാണ്. കുട്ടികളിലെ ഏകാഗ്രതയും അവർക്ക് പല കാര്യങ്ങളും അതിലൂടെ നേടിയെടുക്കാനുള്ള വിജ്ഞാനപ്രദമായ ഒരു പരിശീലന ശില്പശാലയായിരുന്നു കരാട്ടെ. അതിന്റെ അബ്ദുള്ള, സമായത്തിന്റെ സ്വന്തം കരാട്ടെ അധ്യാപകരായ അബ്ദുള്ള, ശ്രീ വിജയ് അവരിവിടെയുണ്ട്. അവരെയും ഈ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമായത്തിന്റെ സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ 2009 ഞങ്ങൾ തുറന്ന സമയത്ത് ഇവിടെ വളരെ 1-2 സ്ഥലത്ത് മാത്രമേ ക്യാമ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് വളർന്ന് പല ഇടത്തും ക്യാമ്പുകളായി. നമ്മൾ നോക്കുന്നിടത്തൊക്കെ ക്യാമ്പുകളുണ്ട്. പക്ഷേ സമാജത്തിന്റെ സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനിക്കാനും അതുപോലെ കുട്ടികൾക്ക് പകർന്നു പോകുക, എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ സമാജം ഒരു പിടി മുന്നിലാണ്. അത് സമാജത്തിന്റെ പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അവരുടെ ഉന്നമനത്തിന് വേണ്ടി, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ കരിയർ ഡെവലപ്മെന്റ്സിന് വേണ്ടി. അപ്പൊ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ വർഷവും അത് തുടരുകയാണ്. ചിൽഡ്രൻസ് വിങ്ങിന്റെ ഈ വർഷം ഈ സമ്മർ ക്യാമ്പ് കഴിഞ്ഞാലും ഈ കുട്ടികളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഈ വരുന്ന 2 വർഷത്തെ ചിൽഡ്രൻസ് വിങ്ങിന്റെ പാറ്റേൺ കമ്മിറ്റി കൺവീനറായി ഞാൻ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഞാൻ ചേർത്ത് പിടിക്കും. ഇവരെ ഞാൻ ഈ ഇന്നിവിടെ അവതരിപ്പിച്ച ഈ പരിപാടി ഏറ്റവും അടുത്ത ദിവസം ഈ വേദിയിൽ നിറഞ്ഞ സദസ്സിൽ വീണ്ടും അവതരിപ്പിക്കപ്പെടുവാൻ കൂടി സാധ്യതയുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമാജ് സമ്മർ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ സാറിന്റെ സംഭാഷണത്തിന് മുന്നേ 2 വാക്ക് പറയുക എന്നുള്ളതാണ്. ഈ ഓഡിറ്റോറിയമാണ്. നമ്മളൊരു ക്യാമ്പുകളിലും ഒരുപക്ഷെ ലഭിക്കാത്ത ഒരു ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ ഏകദേശം 2000 പേർക്ക് ഇരിക്കാവുന്ന ഈ ഓഡിറ്റോറിയം AC ഇട്ട് നമ്മൾ ഒരു കളിക്കളമായി ഒഴിഞ്ഞു കൊടുത്തേക്ക് കുട്ടികൾക്ക് കാലത്ത് മുതൽ വൈകുന്നേരം വരെ. സമാനമായ ഓഡിറ്റോറിയം 250 പേർക്ക് ഇരിക്കാവുന്ന ബാബുരാജ്, അതുപോലെ ബേസ്മെന്റ് ഹാള്, രവീറ്റുള്ള ഹാൾ, ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ രാമേന്ദ്രൻ, യൂസഫ് അലി ഹാൾ, ഇത്രയും സൗകര്യങ്ങളാണ്. ഇതാണ് സമാജം സമ്മർ ക്യാമ്പിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. തിങ്ങി നിറയാതെ കുട്ടികൾക്ക് പാറിപ്പറന്ന് നടക്കാനുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് കളിക്കളമായി കൊടുത്തിരിക്കുന്നു. അത് അത്തരത്തിലൊരു കളിക്കളം, അത്തരത്തിലൊരു സമ്മർ ക്യാമ്പ് സൗകര്യം മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയവുമാണ്. ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈ സമാജത്തിന്റെ ഈ സൗകര്യങ്ങളെല്ലാം വിട്ടുതരുന്ന ഭരണസമിതിയോടുള്ള അകവഴിഞ്ഞ കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ അഭിസംബോധന ചെയ്യുവാനായി നമ്മുടെ പ്രിയങ്കരനായ ഉദയൻ കുണ്ടംകുഴി സാർ അവർകളെ സവിനയം ക്ഷണിക്കുന്നു. സമാജത്തിന്റെ ഏറെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വളരെ സന്തോഷം. 3ാമത്തെ ക്യാമ്പിലേക്കുള്ള തവണയാണ് ഞാൻ ഈ ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ക്യാമ്പിലേക്ക് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. എങ്ങനെ ഏത് രീതിയിലാണ് അവരെന്ന് നിങ്ങൾക്കറിയാം. മക്കളാണ് ഇത്രയും നേരം ഇവിടെ കളിച്ച് ചിരിച്ച് ആടിപ്പാടി പോയത്. കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ മക്കളിൽ ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ എല്ലാവരും APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ വളരെ തീപ്പൊരിയായ മനസ്സുമായി പിറന്നു വീണവരാണ് ഓരോ കുഞ്ഞുങ്ങളും. അത് ഊതി ജ്വലിപ്പിച്ച ചുറ്റുപാട് പ്രകാശം പരത്തി ഇവിടെ ഒരു വെളിച്ചമായിട്ടുണ്ടാവും. ഊതാതെ നിന്നാൽ കെട്ട് കരിക്കട്ടിയാവും. എല്ലാ കഴിവും ശ്രദ്ധിക്കുവാനുള്ള, ഓർമ്മിക്കുവാനുള്ള, പാടാനുള്ള, ആടാനുള്ള, വരക്കാനുള്ള എല്ലാ കഴിവുകളും ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന് ഊതാൻ ആവശ്യമായ ഇടം നമ്മൾ അവർക്ക് സമ്മാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കളിചിരികൾക്കിടയിലും ഒക്കെ അവരിലുണ്ടാവുന്ന പാരസ്പര്യം, അവരുടെ സൗഹാർദ്ദം, അവരുടെ സാഹോദര്യം അത് പുലർത്തുവാനും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ സർഗശേഷിയെ ഉണർത്തുവാനും നമുക്ക് ഇത്തരം ക്യാമ്പുകൾ വളരെ ഉപകാരപ്പെടും. ഏറ്റവും നല്ല ഒരു മനുഷ്യനായി മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളരി ആണ് ഇത് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ നടത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളികളിലൂടെ, പാട്ടുകളിലൂടെ,
അവരുടെ ഗ്രഹണശേഷിയെ പരമാവധി ഉണർത്തുക, അവരുടെ ഭാവനയെ ഉണർത്തുക. ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ എന്ത് പഠിപ്പിക്കും നമുക്കൊന്നും പഠിപ്പിക്കാനുള്ള മനസ്സ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ നമ്മുടെ ഒരു പോക്ക്. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുക. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള, അവർക്ക് മനസ്സിനെ ചേർത്ത് വെച്ച് അതിന്റെ കരുത്തിനെ തിരിച്ചറിഞ്ഞ് എനിക്കും ഈ മണ്ണിന്റെ പച്ചയാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിലുള്ള ചില പ്രയോഗങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും ദിവസം കൊണ്ട് നടത്താൻ കഴിഞ്ഞതിൽ. അതിനെ കൂടെ വിളിച്ച സമാജത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നേരത്തെ കൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായ മനോഹരങ്ങളുടെ മുഴുവൻ സമയവും എന്നെ പോലെ തന്നെ എന്നെക്കാളും എല്ലാ ഭാഗങ്ങളെയും നോക്കി ഇവിടെയൊക്കെ വീഴ്ചകൾ വരുന്നുണ്ട്, എന്തൊക്കെ കുറവുകൾ വരുന്നുണ്ട്, അതിനെ അതുപോലെ തന്നെ കണ്ടറിഞ്ഞ് പരിഹരിച്ച് അങ്ങനെ പോയി ഒരു ടെൻഷനും ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി തരാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി. ജയേച്ചി മുമ്പ് ഞാൻ വന്നപ്പോഴും ജയേച്ചിയായിരുന്നു കൂടെ കൺവീനറായിട്ടുണ്ടായി. ജയേച്ചിയും വളരെ സജീവമായി ഒപ്പത്തിനൊപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്ന കൂടെ ഉണ്ടായി. ഗിരിജേച്ചിയുടെ ഗിരിജ ആൻറ്റിയാണ്. ഗിരിജേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങനെ ഉണ്ടായി. നിതയും എല്ലാം നല്ല ഒരു ടീമായിരുന്നു. എല്ലാ തരത്തിലും പറയുമ്പോഴേക്കും ഒരു മുഷിച്ചിനും കാണിക്കാണ്ട് ഞാൻ ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുന്നതിനേക്കാൾ ചിലപ്പോൾ അറിയാണ്ട് നിതയുടെയൊക്കെ സൗണ്ട് എടുത്ത് ചിലപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ല കേട്ടോ, നിങ്ങളോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെ കൂടെ വളരെ കരുത്തോടു കൂടി വരുന്നു. ശുഭടിച്ചതും വളരെ കുറച്ച് ദിവസമാണെങ്കിലും കൂടെ നിന്ന് ഞങ്ങളുടെ ഒരു കരുത്തായി മാറി. ഞങ്ങളുടെ കൂടെ കുറേ ദിവസം ഉണ്ടായി. അക്ഷയ നാട്ടിൽ പോയി. അതായത് നല്ല ഒരു ടീം ഇവിടെ കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്ന പ്രദീപേട്ടൻ്റെ ഒരു കുറവില്ലാണ്ട് പ്രദീപേട്ടനെ ഏറെ ഇഷ്ടത്തോടെ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. സമയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർമ്മിക്കുന്നു. പോലെ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇനിയും കാണാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോട് നിർത്തുന്നു. നന്ദി, ഇഷ്ടം. താങ്ക് യു. ഈ ചടങ്ങുകൂടെ അവസാനിപ്പിക്കാനായി അതുപോലെ അതിൻ്റെ മുന്നോടിയായി നന്ദി പ്രകാശനത്തിനായി ക്യാമ്പ് കൺവീനർ ജയ രവികുമാർ അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ സമ്മർ ക്യാമ്പിന് ഇന്നിവിടെ സമാപനം കുറിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ക്യാമ്പ് ഡയറക്ടറായി എത്തിയ ഉദയ് മാഷിനെ ഒരുപാട് നന്ദി. മാഷിനെ പറ്റി എല്ലാവരും വിശദമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, മാഷ് കുട്ടികളുടെ ഇടയിൽ ഒരു കുട്ടിയായിരുന്നു. കളിയും ചിരിയും പാട്ടും പഠിപ്പും എല്ലാമായിട്ട് ദിവസങ്ങൾ പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഫുൾ സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. പ്രത്യേകം നന്ദി. ക്യാമ്പിൻ്റെ എല്ലാമായ മനോഹരൻ, ടീച്ചേഴ്സായ ഗിരിജ, നിത, കുട്ടികളുടെ ആൻറ്റി സുമ, കുട്ടികളുടെ ഡാൻസ് കിറ്റപ്പെടുത്തിയ ശുഭ ടീച്ചർ അക്ഷയ, കരാട്ടെ പരിശീലിപ്പിച്ച അബ്ദുള്ള വിജയ്, ക്രാഫ്റ്റ് പഠിപ്പിച്ച ബ്ലെസി ബിജോയ്, ഇവർക്ക് സമാജത്തിന്റെ പേരിലും ക്യാമ്പിന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന സമാജത്തിലെ പ്രദീപ്, സക്കറിയ, നഹീം, ഓഫീസ് സ്റ്റാഫ്, സംഗീത്, ശ്രീതു, ഇവർക്ക് പ്രത്യേകം നന്ദി. ലൈറ്റ് ചെയ്തു തന്ന വിഷ്ണു, ഫോട്ടോഗ്രാഫി ക്ലബ് നന്ദേട്ടൻ, സത്യൻ, സന്തോഷ്, വീഡിയോഗ്രാഫി സൂര്യ ആൻഡ് ടീം, IT ടീം ബിറ്റു, രഞ്ജു, ശബ്ദനിയന്ത്രണം പ്രദീപ് VKS, ശബ്ദനിയന്ത്രണം ക്യാമ്പിന് തന്നെ മിടുക്കി കുട്ടികളായ അനു, കീർത്തന, ശിവൻ, മേക്കപ്പ് സജീവൻ, ടീം ഒഫീഷ്യൽ ശശി ആൻഡ് ടീം, സ്റ്റേജ് സപ്പോർട്ട് ജഗദീഷ്, വിജോയ്, അശോക് കുമാർ, അഭിലാഷ്, ഇവർക്ക് സമാജത്തിന്റെ പേരിലും ക്യാമ്പിന്റെ പേരിലും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് നിങ്ങൾ പാരൻസിനോടാണ് കൂടുതൽ നന്ദി പറയേണ്ടത്. കാരണം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ ലഭിച്ചിരുന്നു. ഒരുപാട് നന്ദി. പിന്നെ ഒരു ചെറിയ വിഷമം, നാളെ തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചെറിയ ദുഃഖമുണ്ട്. പക്ഷെ ബഹരനായതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഉടൻ തന്നെ അടുത്ത രണ്ട് സെഷൻ എന്ന് പറയുമ്പോൾ അതിഥികൾക്ക് സദസ്സിലേക്ക് പോകാം. ഞങ്ങളിവിടെ തുടരുകയാണ്. കട്ടനൊന്ന് ക്ലോസ് ചെയ്യണം.
ഇല്ല.